പ്രിയ സുഹൃത്തുക്കളെ, തുറന്ന പുസ്തകം ഗ്രൂപ്പിൻ്റെ ലൈഫ് ടിപ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്തിനു ക്ഷമിക്കണം? നമ്മുടെ ശരീരത്തിൽ ഒരു കുരു വന്ന് പഴുത്താൽ നാം എന്തു ചെയ്യും? അത് കീറി മുറിച്ച് മരുന്ന് വെച്ച് കിട്ടും, അല്ലേ? അത് പൊറുക്കേണ്ടത്, അത് മാറേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് ഒരു വ്യക്തിയോടുള്ള വിരോധവും. അത് നമ്മുടെ മനസ്സിൽ ഒരു വ്രണമായി മാറും. കാലാന്തരത്തിൽ അത് നമ്മുടെ മാനസിക ശാരീരിക ആരോഗ്യത്തെ ബാധിക്കും. മനസ്സിൽ പകയും പ്രതികാര ബുദ്ധിയും വെച്ച് നടക്കുന്നവർ ആസ്മ, അൾസർ, രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങൾക്കടിമകളാവുമെന്ന് വൈദ്യശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ മാറാരോഗികളായ എത്രയോ പേർ നമ്മുടെ ചുറ്റുമുണ്ട്. ഒരാളോട് പകവെച്ചു പുലർത്തുന്നവർക്ക് മറ്റുള്ളവരുമായി നല്ല ബന്ധം പുലർത്താനാവില്ല എന്ന വസ്തുതയും നാം മനസ്സിലാക്കണം. ക്ഷമ കയ്പ് നിറഞ്ഞതാണെങ്കിലും അതിൻ്റെ ഫലം മധുരതരമാണ്. എല്ലാവർക്കും തെറ്റുപറ്റാം, പക്ഷേ എല്ലാവർക്കും ക്ഷമിക്കാൻ കഴിയുന്നില്ല. ഉന്നതമായ മനസ്സുള്ളവർക്ക് ക്ഷമയുടെ സന്തോഷം പ്രാപിക്കാനാവൂ. ഞാൻ നിന്നോട് ക്ഷമിച്ചു, എനിക്ക് യാതൊരു വൈരാഗ്യവുമില്ല എന്ന് എതിരാളിയോട് പറയുമ്പോൾ നമ്മുടെ മനസ്സ് സ്വതന്ത്രവും നിർമ്മലവുമാവും. എതിരാളിയാവട്ടെ ആ സമയം നിരായുധനാവുകയും ചെയ്യും. അയാൾക്കു മുമ്പിൽ ക്ഷമിച്ചയാൾ ഉന്നതനായി മാറുകയും താൻ നിസ്സാരനാണെന്ന തിരിച്ചറിവുണ്ടാവുകയും ചെയ്യും. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ അലി അഗ്ഗ എന്നയാൾ വെടിവെച്ചു. അത്ഭുതകരമായി രക്ഷപ്പെട്ട മാർപ്പാപ്പ അത് കഴിഞ്ഞുള്ള ക്രിസ്മസ് ദിനത്തിൽ ജയിലിലെത്തി അഗ്ഗയെ കെട്ടിപ്പിടിച്ച് ക്ഷമിച്ചതായി അദ്ദേഹത്തോട് പറഞ്ഞു. അതോടെ അഗ്ഗ മാർപ്പാപ്പയുടെ ഒരു ആരാധകനായി മാറി എന്നതാണ് ചരിത്രം. ക്ഷമിക്കുമ്പോൾ ആത്മീയവും ദൈവികവുമായ തലത്തിലേക്ക് നാം ഉയരുന്നു. ഓരോ കലഹവും ക്ഷമയുടെ ശാന്തിയും സുഖവും അനുഭവിക്കാനുള്ള അവസരമായി നാം മാറ്റിത്തീർക്കുക. ക്ഷമാപൂർണമായ ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി. ഇത്തരം ടിപ്സുകൾ ലഭിക്കാനായി 00971 5594 33787 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക.